പ്രിയമുള്ളവരെ, ഇത് ലഹരി പൂക്കുന്ന കാലം. ഉന്മാദത്തിന്റെ ഉഗ്രവിഷം ചീറ്റി ഉലകാകെ പടരുന്ന കാലം. ലോകത്തെ കാർന്നു തിന്നുന്ന രോഗാവസ്ഥയാണ് ലഹരി. വരൂ, ഈ മഹാവിപത്തിനെതിരെ ഉണർന്നെഴുന്നേൽക്കൂ. ജീവിതമാണ് ലഹരി, ജീവിതം തന്നെയാകണം ലഹരി. ലഹരിയുടെ ആഴക്കയങ്ങളിലേക്ക് ആണ്ടുപോകാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. നന്മകൾ നട്ടുവളർത്താൻ, നാടിന്റെ കാവലാളാകാൻ, നാളെയുടെ ചാലകശക്തിയാകാൻ പുതുതലമുറ കരുത്താർജിക്കട്ടെ. ലഹരിമുക്ത സമൂഹത്തിനായി, ലഹരി രഹിത ജീവിതത്തിനായി നമുക്കൊന്നായി പോരാടാം. തുരത്തണം, തകർക്കണം ഈ ലഹരി മാഫിയയെ. പതറാതെ തളരാതെ ഒരുമയോടെ ഈ മഹാവിപത്തിനെതിരെ പോരാടാം. അറിയാക്കയങ്ങൾ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ തൃശൂർ വിദ്യാഭ്യാസ ജില്ല അവതരിപ്പിക്കുന്ന നൃത്ത നാടക സംഗീത ശില്പം. ഏവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുപ്രിയ രാജ്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് അലക്സാണ്ടർ ജോൺ. വെൽക്കം സർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം കുട്ടികളിലെ ലഹരി ഉപയോഗം. എന്തുപറ്റി സർ നമ്മുടെ കുട്ടികൾക്ക്? ലഹരി എന്ന വിഷസർപ്പം അത്രമാത്രം നമ്മുടെ കുട്ടികളെ വിഴുങ്ങിക്കളഞ്ഞു. സുപ്രിയ പറഞ്ഞ് വളരെ ശരിയാണ്. ലഹരി ഒരു വിഷസർപ്പം തന്നെയാണ്. അത് പതിയെ പതിയെ നമ്മുടെ കുട്ടികളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും ചങ്കുറ്റത്തോടെ ഒത്തൊരുമിച്ച് നിന്നാൽ ഈ വിഷസർപ്പത്തെ തല്ലിക്കൊല്ലാവുന്നതേയുള്ളൂ. കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുത്ത ആളാണല്ലോ താങ്കൾ. അതിനെക്കുറിച്ച്? തീർച്ചയായും. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ തുടങ്ങിയത് കുട്ടികളിലെ ലഹരി ഉപയോഗം ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുട്ടികൾ നിഷ്കളങ്കരാണ്. അവരെ ലഹരിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നതിൽ കുടുംബത്തിനും സമൂഹത്തിനും നമ്മൾ ഓരോരുത്തർക്കും പങ്കുണ്ട്. നേരം പോക്കിനും ഉല്ലാസത്തിനും ഹീറോയിസത്തിനും വേണ്ടി തുടങ്ങുന്ന ലഹരി ഉപയോഗം കുട്ടികളെ കുറ്റകൃത്യങ്ങളിലേക്കും ആത്മഹത്യയിലേക്കുമാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ലഹരിയിൽ ജീവിതം തകർക്കപ്പെട്ട എത്ര കുരുന്നുകൾ. താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗത്തിന്റെ എന്തെങ്കിലും ഓർമ്മകൾ? ഒരുപാട് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും മനസ്സിൽ വിങ്ങലായി നിൽക്കുന്ന 2 സംഭവങ്ങളുണ്ട്. ആ നിഷ്കളങ്ക ജീവിതങ്ങൾ ഇപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. തകർന്നുപോയ 2 കുടുംബങ്ങൾ, അവരെ തകർത്ത ആ വിഷസർപ്പം ലഹരി.
അമ്മേ ഞാൻ പോവാട്ടോ. അമ്മേ, ഞാനും എന്റെ കൂടെ സ്കൂളിലേക്ക് പോണത്. ഏട്ടനിപ്പോ +1 ഇനി മുതൽ അമ്മുവിനെ അമ്മ സ്കൂൾ കൊണ്ടാക്കാം. ഏട്ടന് നേരത്തെ സ്കൂളിൽ എത്തണ്ടേ? വേണ്ട, എന്നെ ഏട്ടൻ സ്കൂളിലേക്ക് കൊണ്ടാക്കിയാ മതി. അമ്മു ദേ നീ വാശി പിടിക്കരുത്, നല്ല അടി വെച്ച് തരൂ കേട്ടോ. എൻ്റെ അമ്മക്കുട്ടിയെ ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടാക്കാം. ഇത്രയും നാൾ എൻ്റെ കൈ പിടിച്ച് തന്നെയല്ലേ ഈ അനിയത്തി കുട്ടി പോയിക്കൊണ്ടിരുന്നത്. ഇനി അങ്ങനെ തന്നെ മതി. എന്താ സന്തോഷമായോ? ഇങ്ങനെ ഒരു ഏട്ടനനിയെത്തി. എടാ മലെ ഒന്ന് നിന്നെ. എടാ വികാസേ, അങ്ങനെ വീണ്ടും നമ്മൾ ഒരേ ക്ലാസ്സിലായില്ലേ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്തി തരാം. ആരാള്? അതൊക്കെ ഡീറ്റെയിൽ ആയി ഞാൻ പറയാം. ഒരടാറ് ടീമാ, നീ വേഗം വന്നേ. അമ്മൂട്ടി എന്ന ക്ലാസ്സിൽ പോക്കോ, ഏട്ടപ്പ വരാം. ശരി ഏട്ടാ, ടാറ്റാ. അമ്മേ, ഞാൻ വന്നൂട്ടോ. നിന്റെ ഏട്ടൻ എവിടെ? ഇന്നും അവൻ വന്നില്ലേ? ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഏട്ടൻ സ്കൂളിൽ നിന്ന് വരാൻ വൈകണേ. എത്ര നാളായെന്നറിയോ ഏട്ടന്റെ കൂടെ സ്കൂളിൽ പോയിട്ട്. ഏട്ടനിപ്പോ എന്നോട് ശരിക്കും സംസാരിക്കാറ് പോലുമില്ല. ഏട്ടൻ എന്തോ പറ്റിയുണ്ട് അമ്മേ. അതൊക്കെ നിനക്ക് തോന്നുന്നതാ അമ്മു. ഏട്ടൻ ഇപ്പൊ വലിയ ക്ലാസ്സിലായില്ലേ, ഒരുപാട് പഠിക്കാനുണ്ടാവും. പണ്ടത്തെ പോലെ നിന്റെ കൂടെ കളിച്ച് നടക്കാനൊന്നും പറ്റില്ല. ഏട്ടൻ ഏത് നേരം മൊബൈൽ നോക്കി മുറി അടച്ചിരിപ്പ. എന്തെങ്കിലും പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നീ സ്കൂള് വിട്ട് വന്നതല്ലേ, വേഗം ഡ്രസ്സ് മാറി ചായ എടുത്ത് കുടിക്ക്. അമ്മേ, ദേ ഏട്ടൻ വന്നു. എന്താ മോനെ വരാൻ ഇത്ര വൈകിയത്? നോട്ട്സ് എഴുതാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ് അമ്മേ. ഇപ്പോൾ എല്ലാ ദിവസവും വൈകിയാണല്ലോ മോൻ വീട്ടിൽ വരുന്നത്. മോൻ ആവശ്യമില്ലാത്തതിലേക്കൊന്നും പോകുന്നില്ലല്ലോ. അമ്മയുടെ പേടി കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നേട്ടോ. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? അമ്മയുടെ മകൻ ഒരിക്കലും വഴി തെറ്റി പോവില്ല. പോരെ, ഇനി ഒന്ന് ചിരിച്ചേ. മോൻ വാ, വന്ന് ചായ കുടിക്ക്. വാടി കാന്താരി. എന്താ ഏട്ടൻ വായിൽ വെച്ചത്? ഇതാ നോക്ക്, എന്റെ വയലൊന്നുമില്ലല്ലോ. അല്ല, ഏട്ടന്റെ വായിൽ എന്തോ ഉണ്ട്. ഇല്ലെന്നല്ല നിന്നോട് പറഞ്ഞത്. എന്നെ ഒരു ദേഷ്യം പിടിക്കാതപ്പോ. ഞാനൊന്ന് നോക്കട്ടെ. നിന്നോടല്ല പറഞ്ഞത് എന്റെ വയലൊന്നുമില്ലാന്ന്. കടന്നു പോടി അവിടുന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. അമ്മേ, ഓടിവായോ, ദേ ഏട്ടൻ. എന്താ, എന്തു പറ്റി? എന്തിനാ അമ്മ കരയുന്നത്? അമ്മേ, എന്നെ ഈ ഏട്ടൻ തള്ളിയിട്ടു, എന്നിട്ട് ചവിട്ടാൻ നോക്കി. തള്ളിയിട്ടെന്നോ? എന്തിനാ നീ അമ്മൂനെ തള്ളിയിട്ടത്? അമ്മേ, ഈ ഏട്ടൻ എന്തോ സാധനം വായിൽ വെക്കുന്ന ഞാൻ കണ്ടു. അത് ചോദിച്ചപ്പോഴെന്നെ ദേഷ്യപ്പെട്ട് തള്ളിയിട്ടു. അമലെ, സത്യം പറ, എന്താ നിന്റെ വായില്? ഒന്നുമില്ലമ്മേ, ഇവൾക്ക് വെറുതെ തോന്നിയതാ. അല്ല അമ്മേ, എന്തോ ഉണ്ട്. എടി നിന്നെ ഞാൻ. മാറി നിക്കടാ അവിടുന്ന്. നിനക്ക് എന്താ പറ്റിയേ മോനെ? നീ ഇങ്ങനെയൊന്നും പെരുമാറാറില്ലല്ലോ. ഇത് നിന്റെ അമ്മുക്കുട്ടിയല്ലേ? അപ്പൊ അവള് പറയുന്നതിനും കുഴപ്പമില്ലേ? മോനെ, എന്താ നിന്റെ കണ്ണ് ചുവന്ന് കലങ്ങിയിരിക്കുന്നത്? അമ്മു പറയുന്നത് പോലെ നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇനി അമ്മയും കൂടി തുടങ്ങിക്കോ. അമ്മയുടെ മോൻ അങ്ങനെയൊക്കെ ചെയ്യോ? ഇല്ല, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നീ എന്തോ കഴിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ എത്ര തവണയായി പറയുന്നു. ഇല്ല, നീ നുണ പറയാ. നിന്റെ വായിൽ എന്തോ ഉണ്ട്. തള്ളേ, അമ്മയാണോന്ന് നോക്കില്ല, ചവിട്ടി ഞാൻ. മനുഷ്യനൊരു സ്വസ്ഥയും തരില്ലാന്ന് വെച്ചാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ചോദിക്കാൻ ആരും വരണ്ട. ഒരമ്മ വന്നിരിക്കുന്നു. എനിക്ക് സ്വസ്ഥത തന്നില്ലെങ്കിൽ ഞാൻ ഈ വീടിട്ട് എങ്ങോട്ടെങ്കിലും പോകും. ഓർത്തോ, അമ്മയും പെങ്ങളും. എന്തിനാടാ നീ കാണുന്നു പറഞ്ഞത്? ബ്രോ, എനിക്ക് കുറച്ച് സ്റ്റഫ് വേണം. ചിലൊക്കെ വലിഞ്ഞു മുറുകുന്നു. എനിക്കതില്ലാതെ പറ്റുന്നില്ല. സ്റ്റഫൊക്കെ തരാം, പക്ഷെ കാശ് വേണം. ബ്രോ ഇതുവരെ എൻ്റെ കാശ് വാങ്ങാറില്ലല്ലോ. എനിക്ക് സാധനം എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഫ്രീ ആയി തരാമെന്നല്ല പറഞ്ഞിരുന്നത്. ഇനി ഫ്രീ ഒന്നുമില്ല മച്ചാനെ, സാധനം വേണമെങ്കിൽ കാശ് വേണം. അങ്ങനെ പറയരുത് ബ്രോ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. കാശ് കൊണ്ടുപോടാ, സാധനം തരാമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് സ്റ്റഫ് വേണം, എനിക്ക് സ്റ്റഫ് വേണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. മാറി നിൽക്കടാ അവിടെ നിന്ന്. സാധനം വേണമെങ്കിൽ പോയി കാശ് കൊണ്ടുപോടാ. അയ്യോ, ഓടിവായോ, എന്റെ മാല! കള്ളൻ, കള്ളൻ! അമ്മേ, ദേ ഏട്ടൻ വന്നു. എന്താ ഏട്ടാ, എന്താ ഇങ്ങനെ നോക്കണേ? എന്നെ വിട് ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. അമ്മേ, ദേ ഏട്ടൻ വിട് ഏട്ടാ, ഞാൻ അമ്മ
മോനെ വിടടാ. നിന്റെ കുഞ്ഞനിയത്തിയാടാ ഇത്. നീ കൈപിടിച്ച് നടത്തിയ നിന്റെ കുഞ്ഞനിയത്തി. വിടടാ എന്റെ മോളെ, വിടാനല്ലേ പറഞ്ഞത്? എന്താണ് നീ എന്റെ മോളോട് ചെയ്ത്? എങ്ങനെയാ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? പറയടാ, പറയൂ. ദൈവമേ, എന്റെ മോള്. അമ്മേ, പുറത്താരോടെങ്കിലും ഇത് പറഞ്ഞ ചത്തളയുന്നു. എന്റെ മോള് പേടിച്ചു പോയോ? ഏട്ടൻ എന്താ പറ്റിയമ്മേ? എന്തിനാ ഏട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തേ? മോളോട് അമ്മ ഒരു കാര്യം പറയട്ടെ. എന്റെ മോളത് അനുസരിക്കുവോ? എന്താ അമ്മേ? നമുക്ക് ഒരു യാത്ര പോയാലോ? എവിടേക്കമ്മേ? അങ്ങ് ദൂരെ ഒരിടത്തേക്ക്. അപ്പൊ ഏട്ടനോ? എന്റെ പൊന്നുമോൾക്ക് ഈ അമ്മയുണ്ട്. അമ്മേ, അമ്മുകുട്ടി, നിങ്ങൾ എവിടെയാ? അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. എന്റെ മോന് സുഖാണോ? എത്ര സന്തോഷമുള്ളതായിരുന്നു നമ്മുടെ വീട്. കളിയും ചിരിയും കുസൃതിയും. എത്ര പെട്ടെന്നാ എന്റെ മോൻ ഞങ്ങളിൽ നിന്ന് അകന്നുപോയത്. ലഹരിയുടെ ലോകത്തേക്ക് പോകുമ്പോൾ ഈ അമ്മയുടെയും കുഞ്ഞനിയത്തിയുടെയും മുഖമെങ്കിലും ഒന്ന് ഓർക്കാമായിരുന്നില്ലേ? എന്നാലും അമ്മ എന്റെ മോനെ ഒരിക്കലും ശപിക്കില്ലാട്ടോ. അത്രക്കിഷ്ട എന്റെ മോനെ. അമ്മ എപ്പോഴും മോന്റെ കൂടെ ഉണ്ടാവും. എന്തിനാ ഏട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ ഏട്ടന്റെ കുഞ്ഞനിയത്തിയായിരുന്നില്ലേ? ഏട്ടാ, ഏട്ടൻ വിഷമിക്കണ്ടാട്ടോ. അമ്മുകുട്ടിക്ക് പിണക്കമൊന്നുമില്ല. പോട്ടെ ഏട്ടാ. ഉമ്മ. അയ്യോ, ഈ കൈ കൊണ്ടല്ലേ ഞാൻ എന്റെ അമ്മുകുട്ടിയെ ഒരു രസത്തിന് തുടങ്ങിയ ലഹരി സ്വന്തം അമ്മയെയും അനിയത്തിയെയും തിരിച്ചറിയാത്ത വിധം എന്നെ മൃഗമാക്കി മാറ്റി. എന്റെ അമ്മയെയും അനിയത്തിയെയും ഞാൻ അയ്യോ. തൂങ്ങി നിൽക്കുന്ന ആ അമ്മയുടെയും കുഞ്ഞുമോളുടെയും മുഖം ഞാൻ ഇന്നും ഓർക്കുന്നു. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാണ് ആ അമ്മ ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുത്തത്? അവർ എഴുതി വെച്ച ഒരു ആത്മഹത്യക്കുറിപ്പ് പോലീസിന് കിട്ടിയിരുന്നു. അവരുടെ മകൻ ആദ്യമായല്ല ഇങ്ങനെ പെരുമാറുന്നത്. ദിവസവും ലഹരി ഉപയോഗിച്ചിരുന്ന മകൻ പലപ്പോഴും അമ്മയുടെ ശരീരത്തെ പ്രാപിക്കാൻ ശ്രമിച്ചിരുന്നു. മകന്റെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ ആ അമ്മ മനസ്സ് പലതും സഹിച്ചു. പക്ഷേ കൺമുന്നിൽ സ്വന്തം മകളുടെ, അതും സ്വന്തം മകൻ തന്നെ മാനം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മ മനസ്സ് തകർന്നു പോയി. പിന്നെ ആ അമ്മയ്ക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ലഹരിയുടെ ഇങ്ങനെയുള്ള അവസ്ഥകൾ സമൂഹം പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. അമൽ ഇപ്പോൾ എവിടെയാണ് സർ? അമ്മയുടെയും അനിയത്തിയുടെയും മരണശേഷം കുറ്റബോധം കൊണ്ട് നീറി നീറി ജീവിച്ച അവനും ഒടുവിൽ ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബം തന്നെ ഇല്ലാതായി അല്ലേ സർ? സർ, നേരത്തെ പറഞ്ഞ ആ രണ്ടാമത്തെ കേസും ഇങ്ങനെയുള്ളതായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. ഏകദേശം 45 വയസ്സുള്ള ഒരാൾ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഓഫീസിൽ ബഹളമുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ SP സാറിനോടല്ലാതെ മറ്റാരോടും പറയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിരുന്നു. Let me be your pusher, 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 ayy. I got that good stuff that you want. Let me be your pusher, pusher.
push it, push it, ay. I got that good stuff that you want. Let me be your push it, push it, push it, ay. I got that good stuff that you want. Let me be your push it, push it, push it, ay. I got that good stuff that you want. Let me be your push it, push it, push it, ay. I got that good stuff that you want. Let me be your push it, push it, push it, ay. I got that good stuff that you want. മോളെ റബേക്ക, ഒന്ന് നിർത്തുന്നുണ്ടോ? നീ ഇന്നും ലഹരി ഉപയോഗിച്ചല്ലേ? എനിക്ക് തീരെ പറ്റുന്നില്ലപ്പാ. നിനക്കിത് എവിടുന്ന് കിട്ടി? അവൻ വീണ്ടും നിന്നെ വിളിച്ചു കാണും. എവിടെ നിന്റെ ഫോൺ? ഇനിയും ഉണ്ടോ നിന്റെ കയ്യിൽ? ഇല്ലപ്പാ, ഇനി ഞാനിത് ഉപയോഗിക്കില്ല. ഗോഡ് പ്രോമിസ്. അപ്പന് വാക്ക് തന്നിരുന്നല്ലേ? ഞാൻ അപ്പനോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നല്ലേ. അറിയാതെ പിടി വിട്ടു പോവാ. എനിക്ക് പേടിയാവുന്നപ്പ. എന്നൊന്ന് രക്ഷിക്കപ്പ പ്ലീസ്. മോളുടെ കൂടെ ഈ അപ്പനില്ലേ? എന്റെ മോള് പേടിക്കണ്ട കേട്ടോ. സാറിനെ കാണണമെന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആരാ? ഇതിനു മുൻപും 1-2 തവണ സാറിനെ കാണണമെന്ന് പറഞ്ഞ് അയാൾ ഇവിടെ വന്നിരുന്നു. ആണോ? അയാൾ ആകെ അസ്വസ്ഥനാണ് സാർ. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഓക്കെ സാർ. നമസ്കാരം സാർ. 1-2 തവണ അങ്ങയെ കാണാൻ ഞാൻ വന്നിരുന്നു. എന്താ കാര്യം? എന്റെ പേര് ജോൺ. ടൗണിൽ ചെറിയൊരു പലചരക്ക് കട നടത്തുന്നു. എനിക്കൊരു മോള സാറ്, റബേക്ക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ലോകത്ത് എനിക്ക് അവളല്ലാതെ മറ്റാരുമില്ല. നിങ്ങളുടെ ഭാര്യ? മോളെ എന്റെ കയ്യിലേൽപ്പിച്ച് അവൾ കർത്താവിന്റെ അടുത്തേക്ക് നേരത്തെ പോയി. പിന്നെ മോൾക്ക് അപ്പനും അമ്മയും എല്ലാം ഞാനായിരുന്നു. പക്ഷേ എന്റെ മോള്. കരയാതെ ജോൺ, റിലാക്സ്. പറയൂ, മോൾക്ക് എന്താണ് സംഭവിച്ചത്? അമ്മയുടെ കുറവ് ഒട്ടും അറിയിക്കാതെയാണ് ഞാൻ എൻ്റെ മോളെ വളർത്തിയത്. എന്നാലും അമ്മയ്ക്ക് പകരമാകുവാൻ പറ്റില്ലല്ലോ സാറേ. മോളുടെ പല കാര്യങ്ങളും ഞാൻ അറിയാതെ പോയി. എൻ്റെ മോള് ലഹരിക്കടിമയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. എവിടെ നിന്നാണ് റബേക്കയ്ക്ക് ഡ്രഗ്സ് കിട്ടിയിരുന്നത്? അല്ല, ആരാണ് കൊടുത്തിരുന്നത്? മോൾക്ക് ഒരു പയ്യനുമായി അടുപ്പമുണ്ടായിരുന്നു. അല്ല, എന്റെ മോളെ അവൻ പ്രേമം നടിച്ച് വലയിലാക്കുകയായിരുന്നു. അവന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അവൾ അറിയാതെ ഡ്രഗ്സ് കൊടുത്ത് പതുക്കെ പതുക്കെ അവൻ എന്റെ മോളെ മയക്കുമരുന്നിന് അടിമയായി. പിന്നീട് മയക്കുമരുന്ന് വിൽക്കാൻ പറഞ്ഞു തുടങ്ങി. പിന്നെ അത് ഭീഷണിയായി. എന്റെ പൊന്നു മോളെ അവൻ ശാരീരികം ഉപയോഗിച്ചു സാർ. കഴിഞ്ഞ മാസം എന്റെ മോൾക്ക് അബോർഷൻ ചെയ്യേണ്ടി വന്നു സാർ. ഒരപ്പനെ ഇതെങ്ങനെ സഹിക്കും സാർ? എങ്ങനെ സഹിക്കും? ഏയ് ജോൺ, എന്താ ഇത്? എഴുന്നേൽക്കൂ, കരയാതിരിക്കൂ ജോൺ. സാറ്, മയക്കുമരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില എന്റെ മോളിപ്പോ. അതവരറിയാം. അവരെന്റെ മോള് ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുക. എന്റെ മോളെ രക്ഷിക്കല സാറേ.
ഒരപ്പന്റെ അപേക്ഷയാണ്. ഭയപ്പെടാതിരിക്കും ജോൺ, എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട്. റബേക്കയ്ക്ക് ഇപ്പോൾ നല്ല ചികിത്സയാണ് ആവശ്യം. ചികിത്സ കൊണ്ട് റബേക്കയെ മയക്കുമരുന്നിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കാൻ കഴിയും. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതായിരിക്കും. ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഇപ്പോൾ ജോൺ സമാധാനമായി വീട്ടിൽ പോയിക്കോളൂ. റബേക്കയ്ക്ക് നല്ല മാനസിക പിന്തുണ കൊടുക്കൂ. മകളെ പഴയതുപോലെ ജോണിനെ തിരിച്ചു കിട്ടും. വളരെ നന്ദി സാറേ, ഞാൻ പോയിക്കോട്ടെ. മോളെ, അതിങ്ങത്താ നിങ്ങളോട് തരാനല്ല പറഞ്ഞത്. മോളെ, എന്റെ മോൾ ഒറ്റയ്ക്കാവില്ല. എന്നെ കൊണ്ടുപോകരുത്. എന്റെ മോള്, എന്റെ മോള്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? ആരും അറിയാതെ മണ്ണടിഞ്ഞു പോകുന്ന ലഹരിയുടെ ഇരകൾ നമുക്ക് ചുറ്റും എത്രയോ ഉണ്ട്. ശരിക്കും റബേക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ന് പെൺകുട്ടികളെ മയക്കുമരുന്നിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആയുധം പ്രണയമാണ്. ആദ്യം പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കും. അതിനുശേഷം ജ്യൂസിലോ പഞ്ചസാര ക്യൂബിലോ ചേർത്ത് മയക്കുമരുന്ന് കുറേശ്ശെയായി കൊടുക്കാൻ തുടങ്ങും. ലൈംഗികമായി ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും മയക്കുമരുന്ന് വിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ഇവരുടെ വലയിലകപ്പെട്ട പെൺകുട്ടികളെ ഉപയോഗിച്ച് അവരുടെ ഫ്രണ്ട്സായ മറ്റു പെൺകുട്ടികളെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെയും ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. റബേക്കയുടെ ക്ലാസ്സിൽ 5 പെൺകുട്ടികളെ കൂടി ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറസ്റ്റിലായപ്പോൾ അവൻ പറഞ്ഞത്. ആ 5 പെൺകുട്ടികളും അബോർഷന് വിധേയരായിരുന്നു. സർ, ഇപ്പോൾ റബേക്ക എവിടെയാണ്? സ്വന്തം അപ്പനെ കൊന്നതിൻ്റെ കുറ്റബോധവും അമിതമായ മയക്കുമരുന്നുപയോഗവും റബേക്കയെ ഒരു മുഴുഭ്രാന്തിയാക്കി മാറ്റി. മനോരോഗാശുപത്രിയുടെ 4 ചുമരുകൾക്കുള്ളിൽ താൻ ആരാണെന്ന് പോലും അറിയാതെ എന്തിനു വേണ്ടി തേങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ജോൺ മുകളിലിരുന്ന് ആ തേങ്ങലുകൾ കേൾക്കുന്നുണ്ടാവും. സാധാരണക്കാർക്കറിയാത്ത ലഹരിക്കടിമയായി മാറുന്ന വ്യക്തിയുടെയും കുടുംബത്തിന്റെയും പേടിപ്പെടുത്തുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ ജീവിതത്തിന്റെ പച്ചയായ ചിത്രമാണ് സാർ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമുക്കിനിയും തുടരേണ്ടതുണ്ട്. ഈ സമൂഹത്തോട് സാറിന് എന്താണ് പറയാൻ? ലഹരിക്കെതിരായുള്ള പോരാട്ടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് പൂർവാധികം ശക്തിയോടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ നിമിഷത്തിൽ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് നിങ്ങളോടാണ്.
ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്താണ്? സ്വന്തം പെറ്റമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാതെ കാമവാസനയോടുകൂടി അവരുടെ ശരീരത്തെ പിച്ചിച്ചീന്താം. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നിഷ്കരുണം കൊത്തി നുറുക്കാം. മുടി കൊഴിഞ്ഞ് പല്ലുകൾ ദ്രവിച്ച് തൊലി ചുളിഞ്ഞ് യോയോ ബ്രോ ആകാം. മാനസിക രോഗങ്ങൾ, ലൈംഗിക ശേഷിയില്ലായ്മ, എന്തിനേറെ മഹാമാരിയായ എയ്ഡ്സ് വരെ നേടാം. ഇതല്ലാതെ എന്ത് നേട്ടങ്ങളാണ് ലഹരി ഉപയോഗത്തിലൂടെ കിട്ടുന്നത്? ചിന്തിക്കൂ. ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. നമുക്ക് വേണോ ഈ ലഹരി? രണ്ടാമതായി പറയാനുള്ളത്, കുട്ടിയായാലും മുതിർന്നവനായാലും ലഹരി വിൽക്കുന്നവനോടാണ്. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും പിന്തുടർന്ന് വേട്ടയാടും. ഹണ്ട് യു ഡൗൺ റൂത്ത്ലെസ്ലി. വരൂ, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്കോരോരുത്തർക്കും അണിചേരാം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം. പതഞ്ഞു പുകഞ്ഞു തീരും മക്കൾക്കെന്നും കാവലാകണം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം. പതഞ്ഞു പുകഞ്ഞു തീരും മക്കൾക്കെന്നും കാവലാകണം. ക്യാമ്പസിൽ മയക്കുമരുന്നിന്റെ താണ്ഡവം, ലക്കുകെട്ട് ബോധമറ്റി വീഴും ജീവിതം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം. പതഞ്ഞു പുകഞ്ഞു തീരും മക്കൾക്കെന്നും കാവലാകണം. ലഹരിതൻ കമ്പോളമായി മാറിയ വിദ്യാലയം, ലക്ഷ്യബോധം നഷ്ടമായ മക്കളെ കലാലയം. ലഹരിതൻ കമ്പോളമായി മാറിയ വിദ്യാലയം, ലക്ഷ്യബോധം നഷ്ടമായ മക്കളെ കലാലയം. എതിർക്കണം, തകർക്കണം, എതിർക്കണം, തകർക്കണം. ഒത്തുചേർന്ന് ലഹരിയെ തുരത്തിയെറിയണം. ലഹരിയാൽ പതഞ്ഞ ചഷകങ്ങൾ തച്ചുടക്കണം. ലക്ഷ്യബോധമേകി മക്കൾക്കെന്നും വഴി കാട്ടണം. ലക്ഷ്യബോധമേകി മക്കൾക്കെന്നും വഴി കാട്ടണം. ഉറക്കം നടിക്കല്ലേ, ഇനിയും വൈകിടല്ലേ. ഉറക്കം നടിക്കല്ലേ, ഇനിയും വൈകിടല്ലേ. തുരത്തണം, തുരത്തണം, തുരത്തണം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം. പതഞ്ഞു പുകഞ്ഞു തീരും മക്കൾക്കെന്നും കാവലാകണം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം. പതഞ്ഞു പുകഞ്ഞു തീരും മക്കൾക്കെന്നും കാവലാകണം. ക്യാമ്പസിൽ മയക്കുമരുന്നിന്റെ താണ്ഡവം, ലക്കുകെട്ട് ബോധമറ്റി വീഴും ജീവിതം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം. പതഞ്ഞു പുകഞ്ഞു തീരും മക്കൾക്കെന്നും